മലമുകളിലെ മനോഹരമായ ഒരു വീട്ടിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. ഓരോ ദിവസവും അവൾ മലയിറങ്ങി താഴെയുള്ള ചെറിയ തോട്ടിലെത്തും. അവിടെ നിന്നും കുടത്തിൽ വെള്ളം നിറയ്ക്കും. തോളിലൊരു നീണ്ട വടി, അതിന്റെ രണ്ട് വശത്തായി 2 മൺകുടങ്ങൾ തൂക്കിയിട്ടാണ് അവൾ വെള്ളം കൊണ്ടുപോയിക്കൊണ്ട്. ഒരു ദിവസം കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കുടങ്ങളിലൊന്ന് ചെറിയൊരു പിളർച്ചയോടെ പൊട്ടിപ്പോയി. അവൾ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലെന്താണ് പ്രശ്നം? ഇപ്പോഴും വെള്ളം കൊണ്ടുപോകാം. അവൾ ആ കുടങ്ങളുമായി മല കയറാൻ തുടങ്ങി. പക്ഷേ വീട്ടിലെത്തുമ്പോൾ പിളർന്ന കുടത്തിൽ പകുതി വെള്ളമേ ഉണ്ടാകൂ. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ പ്രാവശ്യവും അതേ വഴി, അതേ ചോർച്ച. ഇത് പിളർന്ന കുടത്തിന് വിഷമമായി. ആ കുടം സ്ത്രീയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എന്റെ പിളർച്ച കാരണം ഞാൻ പകുതി വെള്ളവും ചോർത്തിക്കളയുന്നു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്നെ ഉപേക്ഷിച്ചിക്കൂ. ഇത് കേട്ട സ്ത്രീ പുഞ്ചിരിച്ചു. കുടമേ, നീ മനസ്സിലാക്കിയിട്ടില്ല. നീ ഒരിക്കലും നോക്കിയിട്ടില്ല. നമ്മൾ മല കയറുമ്പോൾ വഴിയിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കാണൂ. അടുത്ത ദിവസം അവൾ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ട് മല കയറുമ്പോൾ കുടം കണ്ണുകൾ തുറന്നു. ഈ പ്രാവശ്യം അതിന്റെ ഉള്ളിലേക്കല്ല, പുറത്തേക്കാണ് നോക്കിയത്. കുടം കണ്ടത് ഒരു അത്ഭുതമായിരുന്നു. തന്റെ വശത്തായി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. പല നിറത്തിലും വർണ്ണത്തിലും മനോഹരമായ പൂക്കൾ. മറ്റേ വശം വരണ്ടതായിരുന്നു. മലമുകളിലെത്തിയപ്പോൾ സ്ത്രീ കുടത്തിനോട് ചോദിച്ചു, നീ ആ പൂക്കൾ കണ്ടോ? അത് നിന്റെ വശത്താണ് വളർന്നത്. നിന്റെ പിളർച്ചയെ ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയിൽ വിത്തുകൾ നട്ടു. നീ വെള്ളം ചോർത്തുമ്പോൾ അവ വളർന്നു. കുടം നിശബ്ദമായി മനസ്സിലാക്കി, തന്റെ പിഴവാണ് മറ്റൊരാൾക്ക് അനുഗ്രഹമായത്. ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ പിളർച്ചകൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് അനുഗ്രഹമാകും. എല്ലാവർക്കും അവരുടേതായ കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ടാകും. ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. സ്നേഹത്തോടെയും ലക്ഷ്യത്തോടെയും ഉപയോഗിക്കുമ്പോൾ ഈ ബലഹീനതകളെയും ശക്തമായി മാറ്റാൻ കഴിയും.